നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേസ് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് പുതിയ ക്യാൻവാസിലേക്ക് കടക്കുകയാണ്. ഒന്നാം ഘട്ടത്തിലെ ഒരു പോറ്റിയിൽ തുടങ്ങി ദേവസ്വം ബോർഡിലൊക്കെയാണ് നിന്നതെങ്കിൽ പരമാവധി കടകംപള്ളി സുരേന്ദ്രൻ വരെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ പരമാവധി കടകംപള്ളി സുരേന്ദ്രൻ വരെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത് കടലും കടന്ന് 7 രാജ്യങ്ങളിലേക്ക് പോകുന്നു. എത്ര ദുഃഖകരമാണ് ഹിന്ദുവിന്റെ അവസ്ഥ. മതേതര കേരളം എന്താണ് ചോദിക്കുന്നത്? വളരെ ഗതികേടാണ്. ഇപ്പോൾ ഉന്നതൻ തിരുവനന്തപുരത്ത് സുഖമായി ഉറങ്ങുന്നു. ആരാണ് ഈ ഉന്നതൻ? പണം വാങ്ങിയ ഉന്നതൻ ആര്? ഡി മണി എന്ന പേര് വ്യാജമാണെന്ന് കേൾക്കുന്നു. ദാവൂദ് മണിയെന്നും ഒരാളിന് ഒരു പേരുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കത്തില്ലേ? ദുബായ് മണിയെന്നും ഡാർക്ക് മണിയെന്നും ഡിവൈൻ മണിയെന്നും അങ്ങനെ പല പേരുകളിൽ മണി അറിയപ്പെടുന്നു. ഈ മണി എന്നുള്ളത് വിളിപ്പേരാണെന്നും യഥാർത്ഥത്തിൽ വേറെ പേരുണ്ടെന്നുമുള്ള മറ്റൊരു ചർച്ച. യൂറോപ്പിലും അമേരിക്കയിലും ദുബായിലും UAE രാജ്യങ്ങളിലൊക്കെ ഈ സ്വർണം പോയിട്ടുണ്ട്. അപ്പോഴാണ് പുതിയ ക്യാപ്സൂളുമായി, പുതിയ തുണ്ടുമായി, പുതിയ പീസുമായി CPM രംഗത്ത് വരുന്നു. അതും പരിശോധിക്കണം. അവർ പറയുന്ന തുണ്ട്, അവർ പറയുന്ന പീസ്, അല്ലെങ്കിൽ അവർ പറയുന്ന ക്യാപ്സൂള് ഉണ്ണികൃഷ്ണൻ പോറ്റി 2 പ്രാവശ്യം സോണിയാഗാന്ധിയെ കണ്ടത് എന്തിന്? ശിവൻകുട്ടി വളരെ ഗുരുതരമായ ആരോപണം വെച്ചിരിക്കുന്നത്. ഈ ആരോപണം വയ്ക്കുന്ന നമ്മളാരുമല്ല, മന്ത്രിയാണ്. സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയാണ് ആരോപണം വയ്ക്കുന്നത്. സാധാരണ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകനോ അല്ല, ഒരു പൊതുപ്രവർത്തകനല്ല ഇത് വെക്കുന്നത്. ഇത് ആരോപണം വെക്കുന്നത് മന്ത്രിയാണ്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത് മന്ത്രി ശിവൻകുട്ടിയാണ്. അതുപോലെ തന്നെ അടൂർ പ്രകാശുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. അടൂർ പ്രകാശ് പറഞ്ഞിട്ടുമുണ്ട് ഉണ്ണികൃഷ്ണനുമായി വർഷങ്ങളായി ബന്ധമുണ്ടെന്ന്. പത്തനംതിട്ടയിലുള്ളത് കൊണ്ട് തന്നെ ആന്റണിയുമായി ബന്ധമുണ്ട്. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കളുമായി ബന്ധമുണ്ട്. അവരെയെല്ലാം ഫോട്ടോഷോപ്പാണെങ്കിൽ അത് പറയണം. ആരെ കൂടെ നിന്നും ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് നാളെ സോണിയാഗാന്ധിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? സോണിയാഗാന്ധി നാളെ തിരുവനന്തപുരത്ത് വരുന്നു വിചാരിക്കുക. എന്തിനു പറയുന്നത്? രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വരുന്നു വിചാരിക്കുക. ഓടിച്ചെന്ന് എനിക്ക് കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കാൻ പറ്റിയാലും ഒരു സെൽഫി എടുക്കാൻ പറ്റും. അതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂലാണെങ്കിലും സ്വർണ്ണ നൂലാണെങ്കിലും ജപിച്ചതാണെങ്കിലും ശത്രുസംഹാര പൂജയ്ക്കുള്ളതായാലും അവരുടെ അസുഖങ്ങൾ മാറാനുള്ളതായാലും അത് കെട്ടാൻ അവർ കൈ നീട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാരുടെ കയ്യിലാണ് അവർ നീട്ടിക്കൊടുക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി മുമ്പിൽ അവർ കൈ നീട്ടുന്ന ചിത്രം ഫോട്ടോഷോപ്പ് ആണെങ്കിൽ കോൺഗ്രസ് അത് പറയണം. അല്ല, അത് ഒറിജിനൽ ഫോട്ടോ ആണെങ്കിൽ കോൺഗ്രസ് ഈ അന്വേഷണത്തിന് സഹകരിക്കണം. കാരണം ഇത് അയ്യപ്പന്റെ സ്വത്താണ്. ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയാമോ? രാജീവ് ചന്ദ്രശേഖർ CBIയുടെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു അജയൻ എന്ന് പറയുന്ന ആൾ കൊച്ചിയിലോ മറ്റുള്ള ഒരു അജയൻ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് IPSന്റെയും P വിജയൻ ഇവരൊക്കെ നമുക്ക് ബിംബങ്ങളാണ്. നമ്മൾ വളരെ ബഹുമാനിക്കുന്നവരാണ്. ശ്രീജിത്തും IPSും പിന്നെ P വിജയനും ഒക്കെ. P വിജയന്റെ വലിയ പുസ്തകം തന്നെയുണ്ട് സമൂഹത്തിൽ. P വിജയനെ കുറിച്ചൊക്കെ വലിയ ബിംബമാണ് P വിജയനൊക്കെ. അവരുടെ പേരും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അജയൻ പരാതി കൊടുക്കുമ്പോൾ, ഒരു അഫിഡവിറ്റ് കൂടി കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുക? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 2 IPS ഉദ്യോഗസ്ഥർ, വളരെ സീനിയർ ആയിട്ടുള്ള 2 IPS ഉദ്യോഗസ്ഥർ, ഞാന്റെ പേര് എനിക്കറിയാൻ ഞാൻ പറയൂല എന്ന് VD സതീശൻ പറയുമ്പോൾ, മിസ്റ്റർ VD സതീശൻ, നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? നിങ്ങൾ ഇത് വെച്ച് വോട്ട് പിടിക്കാൻ നോക്കുകയാണോ? നിങ്ങൾ ആരെയാണ് മുൾമുനയിൽ നിർത്തുന്നത്? നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തുന്ന തൊട്ടു മുമ്പ് നിങ്ങൾ ഇത് പറയണം. രമേശ് ചെന്നിത്തല എത്ര മനോഹരമായി മാന്യമായി ചെന്ന് സർക്കാർ ഇവർക്ക് കൊടുത്തു, SITക്ക് മൊഴി കൊടുത്തു. അങ്ങനെയല്ലേ ദുബായിൽ ഒരു വ്യവസായി വരുന്നതും വ്യവസായി കണ്ടു എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക്, മണിയിലേക്ക് നീങ്ങി ഇതിന്റെ 2ാം ക്ലൈമാക്സിലേക്ക് മാറിയത് കാര്യങ്ങൾ. അപ്പൊ രമേശ് ചെന്നിത്തല കാണിക്കുന്ന ആർജവമെങ്കിലും VD സതീശൻ കാണിക്കണം. താങ്കൾ പത്രങ്ങളോട് ഒന്നുകിൽ പറയാതിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞ സാഹചര്യത്തിൽ ഇന്നലെ തന്നെ 2 IPSകാരോടും പറയണം കൈയെടുത്തേക്കുക. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നത് P വിജയന്റെയും ശ്രീജിത്തിന്റെയും പേരാണ്. അവർ നിരപരാധികളായിരിക്കാം, അവർ വലിയ ഭക്തരാണ്, അവർ ചിലപ്പോൾ നിരപരാധികളായിരിക്കാം. KP ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് ഹരിശങ്കർ IPS, മകനായ ഹരിശങ്കർ IPSൽ ഇത് ഉള്ളത് കൊണ്ടെന്നാണ് അടുത്ത വാദം. അപ്പൊ 3 IPSകാരുടെ പേര് കറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. സാധാരണ ചാനലുകളും അത് പറഞ്ഞു തുടങ്ങി, സാറ്റലൈറ്റ് ചാനലുകളും ഇത് പറഞ്ഞു തുടങ്ങി. എന്റെ ഭയം അതല്ല. ഇത് CBIക്ക് വിട്ടാൽ
CBIക്ക് വിട്ടാൽ മാത്രമേ ഇന്റർപോളിനെ കണക്ട് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര ബന്ധം കണ്ടുപിടിക്കാൻ പറ്റൂ. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ആന്റിക്കിറ്റ്സ് ഉള്ള സ്ഥാപനമുണ്ടെന്നും പുരാവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനമുണ്ടെന്നും അവിടേക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെന്നും കേരളത്തിലെ നിരവധി അമ്പലങ്ങളിലുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും പഞ്ചലോഹങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ടെന്നുള്ള ആരോപണം വെച്ചിരിക്കുന്നത് ശിവൻകുട്ടിയാണ്, നമ്മളാരുമല്ല. നമുക്കിതിൽ അഭിപ്രായമില്ല. കാരണം ഞങ്ങൾക്കറിയില്ല. ഭരിക്കുന്ന ശിവൻകുട്ടിക്ക് അറിയാൻ പറ്റും ഇതിന്റെ കാര്യങ്ങൾ, SITയുടെ കാര്യങ്ങൾ. പ്രതിപക്ഷത്തിരിക്കുന്ന VD സതീശൻ അറിയാൻ പറ്റും. നമ്മളൊക്കെ വളരെ സാധുക്കളാണ്, സാധാരണ ഹിന്ദു മനുഷ്യരാണ്, ഹിന്ദു മതത്തിൽ ജനിച്ചുപോയ സാധാരണ മനുഷ്യർ. നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് കരയാനും സങ്കടപ്പെടാനും മാത്രമേ കഴിയൂ. പിന്നെ കുറെ ഹിന്ദു സംഘടനകളുണ്ട്, അവരെ കുറിച്ച് പറഞ്ഞ് ഞാനിനി പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു അശ്ലീലമായി പോകും. അതുകൊണ്ട് അവരെ കുറിച്ച് പറയുന്നില്ല, മിണ്ടുന്നില്ല. അവരെങ്ങോ പോയി പോക്കോട്ടെ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സ്വർണത്തിന്റെ കാര്യത്തിൽ CBIക്ക് പോയാലുള്ള ഭയം, ഇന്റർപോളുമായി കണക്ട് ചെയ്യണമെങ്കിൽ CBIക്ക് പോയേ പറ്റൂ, അത് വേറൊരു കാര്യം. CBIക്ക് പോയാലുള്ളൊരു കുഴപ്പം, വേണമെങ്കിൽ ഇത് നീട്ടി പോകാം. ഇപ്പൊ SITക്ക് കൃത്യമായി 4 ആഴ്ച സമയം കൊടുത്തു. ആ 4 ആഴ്ച ടൈം കൊടുത്തതുകൊണ്ടാണ് SIT സമയത്തിന് പല കാര്യങ്ങളും കണ്ടുപിടിച്ചത്. അടുത്ത 4 ആഴ്ച കൂടി സമയം കൊടുത്തിട്ട് 6 ആഴ്ച കൂടി സമയം കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അവർക്ക് പലതും കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ CBIക്ക് ടൈം ലൈൻ നിശ്ചയിക്കാൻ പറ്റുമോ? പറ്റില്ല. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് പലരും പറയുന്നുണ്ടല്ലോ. അത് വർക്കൗട്ട് ചെയ്താൽ സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, BJPയുടെ വൻകിട നേതാക്കൾ, കേരള നേതാക്കളും കേന്ദ്രത്തിലെയും പല സംസ്ഥാനങ്ങളിലെയും BJP നേതാക്കൾ ഇതിലുണ്ടെങ്കിൽ, CPMന്റെ മുഖ്യമന്ത്രി അടക്കം, ഗോവിന്ദനടക്കം, വാസവനടക്കം, അതുപോലെ തന്നെ കടമ്പള്ളി സുരേന്ദ്രൻ അടക്കമുള്ള വലിയ നേതാക്കൾ ഇതിലുണ്ടെങ്കിൽ, ഉണ്ടെന്നൊരു അഭിപ്രായം നമുക്കില്ല, ഉണ്ടെങ്കിൽ CBI ഈ കേസ് കോൾഡ് സ്റ്റോറേജിലേക്ക് വെച്ച് മലയാളി മറക്കും. 50-ലെ തീവെപ്പ് മറന്നതുപോലെ മലയാളി മറക്കും. മലയാളി, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അടുത്ത് പോയി എന്തെങ്കിലും പൂജ ചെയ്ത് അർച്ചന ചെയ്ത് അവിടെ കിടന്ന് ഉരുണ്ട് അനന്തശയനം നടത്തി അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പോറ്റിയുടെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നൂല് ജപിച്ച് കെട്ടി സ്വന്തം കാര്യം നേടുന്നതിനപ്പുറം മറ്റൊരു കൺസേണുമല്ല ഹിന്ദു. ഒരു കാര്യത്തിലും മൊത്തം അടിച്ചുകൊണ്ട് പോയാലും അടപടലം കൊണ്ടുപോയാലും ഹിന്ദു കൺസേണേ അല്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവസ്ഥ വന്നത് 18-ലെ ശബരിമല സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും ഒന്ന് ഉണർന്നു. അല്ലാതെ അതും അവർ ഉണർന്നതിന് ശേഷമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘപരിവാറും ഒക്കെ ഉണർന്നത്. അങ്ങനെ അമ്മമാരും സഹോദരിമാരും ഉണർന്നില്ലായിരുന്നെങ്കിൽ അതും പൊട്ടത്തരമായി തന്നെ പോയനെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഉന്നതൻ ആരാണ്? എന്താണ് പ്രശ്നം? അത് പുറത്തു പറയാൻ രമേശ് ചെന്നിത്തലയ്ക്കും അത് പുറത്തു പറയാൻ കഴിയാത്ത എന്താണ്? ആരെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഭയം? പറയണ്ടേ ഇന്നയാളിനാണ് സംശയിക്കുന്നത്? ഉന്നതനായതുകൊണ്ടാണ്. സാധാരണ ആളായിരുന്നെ പറയുമായിരുന്നല്ലോ. അതുപോലെ തന്നെ മണി ആരാണ്? വളരെ കൃത്യമായി മണി ആരാണ്? അത് വ്യാജ പേരാണോ? സത്യമായിട്ടുള്ള പേരാണോ? യഥാർത്ഥമാണോ? കള്ളമാണോ? നമുക്കറിയണ്ടേ. 7 രാജ്യങ്ങളിലേക്ക് സ്വർണം കൊണ്ടുപോയിരിക്കുന്നു. ഇന്റർപോൾ വരാതെ ഇത് തീരുമോ? CBI അന്വേഷിച്ചാൽ തന്നെ ഇത് തീരുമോ? അപ്പോഴാണ് ഒരു സമാന്തരമായി ഞങ്ങൾക്കൊരു ഡിമാൻഡ് കൂടെ വെക്കാനുള്ളത്. സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ഒരു ജസ്റ്റിസിനെ കൂടെ വെച്ചുള്ള ഒരു സമാന്തര കമ്മീഷൻ കൂടെ വെക്കേണ്ടതുണ്ട്. ഹൈക്കോടതി ഇടപെട്ടോ സുപ്രീം കോടതി ഇടപെട്ടോ റിട്ടയർഡ് ആയിട്ടുള്ള ഏറ്റവും പരിശുദ്ധനായിട്ടുള്ള ഇതുവരെ 5 പൈസ കൈക്കൂലി വാങ്ങാത്ത ഒന്നിനും വശംവദനാകാത്ത ജഡ്ജിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണുമല്ലോ, ജസ്റ്റിസുമാർ കാണുമല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മിടുക്കനായ ജസ്റ്റിസ് വെച്ചുകൊണ്ട് ഒരു 3-4 പേരുള്ള ഒരു കമ്മിറ്റി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവർ സമാന്തരമായി അന്വേഷിക്കട്ടെ. അതുപോലെ തന്നെ CBIക്കും ഒരു നിശ്ചിത സമയം കൊടുക്കണം. ഹൈക്കോടതി CBIക്ക് കൊടുത്താൽ ക്രിസ്മസ് കഴിഞ്ഞെടുക്കാമെന്നാണ്. CBIയുടെ കേസ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ക്രിസ്മസ് കഴിഞ്ഞെടുക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല CBIയോട് ഇത് എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ എടുക്കാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെയൊക്കെ വാർത്തകൾ അനുസരിച്ച് CBI എടുക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ CBI എടുത്താൽ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുമുണ്ട്. കാര്യം CBI എടുത്താൽ കൂട്ടിലടച്ച തത്തയായി പ്രവർത്തിച്ച സമയവുമുണ്ട്, പരുന്തിനെ പോലെ പറന്ന സമയവുമുണ്ട് CBI. അപ്പോൾ എന്ത് വേണോ ആകാം CBI എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെങ്ങനെ മറിയുമെന്ന് നമുക്കറിയില്ല. സ്വാമിയെ ശരണമയ്യപ്പ, അയ്യപ്പന് മാത്രം അറിയാവുന്നൊരു നിഗൂഢതയാണ്. ആരാണ് ഇതെല്ലാം കൊണ്ടുപോയത്?